അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, സർക്കാർ പരിപാടികൾ അത് ഇപ്പോൾ ഉണ്ടാകുന്ന സർക്കാരാണെങ്കിലും നേരത്തെ ഉണ്ടായ സർക്കാരുകളാണെങ്കിലും ഒക്കെ നട്ടുഭാഷയിൽ പറയാറുണ്ട് അത് ചട്ടപ്പടിയാണ് നടക്കുക എന്നുള്ളത്. പക്ഷേ ആ ചട്ടപ്പടി നടക്കുന്നതിന് മുന്നിൽ ഇരയാകുന്ന കുറേ മനുഷ്യർ കൂടിയുണ്ട്. ഈ ലിസ്റ്റ് ഏതാണ്ട് 1.5 വർഷമായി നിലവിലുള്ള ലിസ്റ്റാണ്. അതിൽ നിയമനം എന്ന് പറയുന്നത് 8 മാസം മുമ്പ് 2% മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നാമമാത്രമായ നിയമനങ്ങൾ മാത്രമാണ് ഉണ്ടായത്. കാസർഗോഡ് അടക്കം 5 ജില്ലകളിൽ ഏറ്റവും മുന്നിലുള്ള ആളുകൾക്ക് പോലും നിയമനം കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ പരീക്ഷ നടത്തുന്നത്? ഓരോ ലിസ്റ്റും ഉണ്ടാവുക, അതിന്റെ കാലപരിധി പൂർത്തിയാവുക, നിയമനം നടത്താതെ പോവുക എന്നത് കുറെ കാലമായി തുടർന്നു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്തിനാണ് രാജ്യത്തെ എണ്ണം പറഞ്ഞ പൊൻതോലുകൾ എണ്ണിവെക്കാൻ തലയിൽ വലിപ്പം തികയാത്തൊരു PSC സംവിധാനം നമുക്ക്? അതെ അതെ ഒന്നാമത് തന്നെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, റിപ്പോർട്ടർ അടക്കമുള്ള സകല മാധ്യമങ്ങളും ഈ PSC വിഷയം ഇങ്ങനെ ലൈവായി നിർത്തുന്നതിൽ ഒരുപാട് PSC പരീക്ഷ എഴുതുന്ന സുഹൃത്തുക്കൾ ഒക്കെയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇതൊരു സോഷ്യൽ നാച്ചുറൽ ജസ്റ്റിസിൻ്റെയും എന്താ പറയുക നമ്മുടെ ഒരു പൊതു സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത തിരിച്ചു പിടിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്ന എല്ലാ മാധ്യമങ്ങൾക്കും, റിപ്പോർട്ടർ അടക്കമുള്ള സകല മാധ്യമങ്ങൾക്കും ഞാൻ വ്യക്തിപരമായി നന്ദി പറയാൻ കൂടി ഈ തുടക്കം ആഗ്രഹിക്കുകയാണ്. മാധു ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമല്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ റിപ്പോർട്ടർ ചർച്ചയ്ക്ക് ഇരുന്ന് പുറത്തിറങ്ങിയ സമയത്ത് കുറേ കോൾസ് എനിക്ക് വരികയാണ്. എത്രയോ റാങ്ക് ലിസ്റ്റുകളാണ് 5ഉം 6ഉം വർഷം. അതായത് ഒരു പരീക്ഷ എഴുതുന്നു, അതിൻ്റെ ഇൻ്റർവ്യൂ റാങ്ക് ലിസ്റ്റ് വരുന്നു, അതിനുശേഷം ഇൻ്റർവ്യൂ വരുന്നു, അതിനുശേഷം നിയമനം വരുമ്പോഴത്തേന് അവരുടെ PSCയുടെ പ്രായ പരിധി കഴിയുകയാണ്. ഇത് കിട്ടുമെന്ന് കാത്തിരിക്കും. കാരണം അത്ര കോൺഫിഡൻസ് അല്ലേ പഠിച്ചെഴുതുന്ന ഒരു വ്യക്തിക്ക്. പക്ഷേ ലിസ്റ്റ് വരുമ്പോൾ അതിൻ്റെ കാലാവധി കഴിയുന്നു. പിന്നീട് അവർക്കൊരു സ്വകാര്യ സ്ഥാപനത്തിൽ പോലും ജോലിക്ക് പോകാൻ കഴിയാതെ നാട് വിട്ടു പോകുന്ന മനുഷ്യർ ഒരുപാടുണ്ട്. ഒരുപാട് ലിസ്റ്റുകളെ പറ്റിയുണ്ട്. പിന്നെ മാത്രമല്ല ഇന്നത്തെ ഡിബേറ്റിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്താ, മണ്ണ് വാരി തിന്നണോ എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ എന്നെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ ഓർത്തു പോയൊരു വിഷയം അതാണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് മന്ത്രി ഉടനെ ഇടപെട്ട് ഇത് വിഷയം പരിഹരിക്കുകയോ അല്ലെങ്കിൽ ഇവർക്ക് ഉടനെ ജോലി കൊടുക്കുകയോ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു നീതിയുണ്ട്. ആ നീതി എന്ന് മുതലാണ് നടപ്പിലാകാൻ കഴിയാതെ പോയതിന് ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതായത് 2025 ഏപ്രിൽ 2-ാം തീയതി ഏപ്രിൽ 2-ാം തീയതി മുതൽ നമുക്കറിയാം അന്ന് ആശാ വർക്കേഴ്സിൻ്റെ സമരം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ആശാ വർക്കേഴ്സ് സമരം ചെയ്യുന്നതിൽ ഒരു 50 മീറ്റർ മാറി കാറ്റഗറി നമ്പർ 595/2022 എന്ന് പറയുന്ന കേരളത്തിലെ വനിതാ പോലീസുകാർ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട്, അതായത് റാങ്ക് ലിസ്റ്റിലുള്ള 575 പേർക്കൊണ്ട് നിയമനം കിട്ടുന്നില്ല. എന്നാൽ കേരളത്തിലെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനിലും ഒഴിവുണ്ട്, അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പെൺകുട്ടികൾ ആശാ വർക്കേഴ്സിൻ്റെ സമരപ്പന്തലിൻ്റെ തൊട്ടപ്പുറത്ത് മാറി സമരം ചെയ്തു. ഇന്ന് നമ്മൾ ഈ പറഞ്ഞ അതേപോലുള്ള സമരമായിരുന്നു. അവരെങ്ങനെയാണ് സമരം ചെയ്തത്? ഭിക്ഷ എടുത്ത് സമരം ചെയ്തു. അവർ മാസ്ക് ഇട്ട് സമരം ചെയ്തു. അന്ന് ഞാൻ ആ സമരപ്പന്തലിൽ പോയൊരു വ്യക്തിയാണ്. അവിടെ ചെന്ന സമയത്ത് ഒരു പെൺകുട്ടി പറഞ്ഞ ഡയലോഗ് സത്യത്തിൽ ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. ഞാൻ ആ കുട്ടിയുമായിട്ട് എന്നെ ഇന്ന് റിപ്പോർട്ടറിൽ ഞാൻ ഒന്നുകൂടെ സംസാരിച്ചു. ഞാൻ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെയാണ് ജോലി കിട്ടിയോ? ഇല്ല. ഞാൻ പറഞ്ഞു അന്നത്തെ സമരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡേറ്റ നൽകാൻ സാധിക്കുമോ? അപ്പോൾ എന്നോട് ആ പെൺകുട്ടി പറഞ്ഞ ആദ്യത്തെ കാര്യം, സാറേ ഞങ്ങൾ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ തന്നെ ഡിലീറ്റ് ചെയ്തു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും കൊടുത്ത RTA ബന്ധപ്പെട്ട രേഖകൾ കത്തിച്ചു കളഞ്ഞു. ട്രൈ ചെയ്യുകയാണ് മറ്റു ജോലിക്ക് വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്നൊരു പെൺകുട്ടി പറഞ്ഞ വർത്തമാനം എനിക്ക് ആ കുട്ടി വാട്സപ്പിൽ അയച്ചു തന്നു. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ പരീക്ഷ എഴുതാൻ പഠിച്ചു, പക്ഷേ സമരം ചെയ്യാൻ പഠിച്ചില്ല. ഞാൻ അന്ന് അവിടെ ചെന്ന സമയത്ത് ആ പെൺകുട്ടിയോട് നിങ്ങൾ എന്തിനീ മാസ്ക് ഇട്ട് സമരം ചെയ്യുക? അത് കേരളത്തിലെ ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ അനുഭാവമുള്ള ചില മാധ്യമങ്ങൾ, ഇവർക്ക് ഭയമാണ് സമരം ചെയ്യാൻ പറഞ്ഞവരെ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിച്ചപ്പോൾ ആ പെൺകുട്ടി പൊതുസമൂഹത്തിൽ വന്ന് പറഞ്ഞെന്താ അറിയാമോ? ഞങ്ങൾ സമരം ചെയ്യാൻ വരുന്നത് കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നുമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിനറിയാം സമരം ചെയ്യാൻ വന്നത്, പക്ഷേ എൻ്റെ മാതാപിതാക്കൾക്ക് അറിയത്തില്ല. ഞങ്ങളിങ്ങനെ റോഡിൽ നിന്ന് സമരം ചെയ്യുന്നത് കണ്ടാൽ വിഷമിക്കും എന്ന് പറഞ്ഞു. ഞാനിത് കള്ളവല്ല പറയുന്നത്. അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ എല്ലാ ചാനലും എടുത്തിട്ടുണ്ട്. നോക്കൂ, അവര് റോഡിലിറങ്ങി സമരം ചെയ്യാൻ, തൊട്ടപ്പുറത്ത് ആശാ വർക്കേഴ്സ് സമരം നടക്കുക. ആശാ വർക്കേഴ്സ് സമരം നടക്കുന്ന സമയത്ത്, മഴ പെയ്ത സമയത്ത്, അതായത് അവർ ടാർപ്പ വലിച്ചു കെട്ടാൻ പോയ സമയത്ത് പോലീസ് കേസെടുക്കുമെന്ന് പറഞ്ഞു. ഈ പെൺകുട്ടികളോട് പറഞ്ഞു റോഡിറങ്ങി സമരം ചെയ്താൽ കേസാവുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ റോഡിറങ്ങി സമരം ചെയ്യാത്തത്? അപ്പം എന്നോട് പറഞ്ഞത്, സാറേ ഏതെങ്കിലും സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ജോലി കിട്ടിയാൽ പോലീസ് കേസായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കണ്ടേ? അപ്പം സമരം പഠിക്കാൻ പഠിച്ചു, പരീക്ഷ എഴുതാൻ പഠിച്ചു, സമരം ചെയ്യാൻ പഠിച്ചില്ല. ഇനി സമരം ചെയ്യാൻ പോയാലോ? ഏതെങ്കിലും കാരണവശാൽ ജോലി കിട്ടിയാൽ നോക്കൂ, നമുക്കറിയാം
ഞാൻ PSC ഒന്നടങ്കം ആക്ഷേപിക്കാൻ ഒന്നും തയ്യാറല്ല. പക്ഷേ അവിടെ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പെൺകുട്ടിയുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഒരു മന്ത്രിമാരും ആ പെൺകുട്ടികളെ, ഇവരുടെയൊക്കെ മക്കളുടെ പ്രായമല്ലേ ഉള്ളൂ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ, വീണ വിജയൻ്റെ പ്രായമല്ലേ ഉള്ളൂ ഈ പറയുന്ന പരീക്ഷ എഴുതുന്ന പിണറായി വിജയൻ്റെ മകളുടെ പ്രായമല്ലേ ഉള്ളൂ ഈ കുട്ടികൾക്കും. ആ പന്തലിൽ ചെന്ന് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അവരെ ഇങ്ങനെ ഒന്ന് വട്ടം ചുറ്റി ഒന്ന് പിടിക്കാൻ ഞങ്ങളുണ്ട്, പരിഹരിക്കാൻ, ഞങ്ങളിത് പഠിക്കാം എന്ന് പറയാൻ പോലും ആ പെൺകുട്ടി പറഞ്ഞ ഇൻ്റർവ്യൂ ഉണ്ട്. ഈ നാട്ടിൽ റോഡ് പണിയുന്നതോ ഈ നാട്ടിൽ ബിൽഡിംഗ് പണിയുന്നതോ അല്ല സാറേ വികസനം, ഞങ്ങളെപ്പോലെ സാധാരണക്കാരെ ഒന്ന് വന്ന് കാണുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു. നോക്കൂ, ഇന്നും അതല്ലേ വിഷയം. ഇത്രയും ദിവസമായി ഒരാളും അങ്ങോട്ട് പോകുന്നില്ല. അപ്പം ഞാൻ ആദ്യഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ നാട്ടിലെ മനുഷ്യർ സമരം എന്ത് വിഷയത്തിൽ സമരം ചെയ്തോട്ടെ, ആ സമരം ചെയ്യുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുള്ളത് അതീവ ദുഃഖകരമാണ്. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം PSCയുമായി ബന്ധപ്പെട്ട് മാധു ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് മാത്രമാണോ പേപ്പർ ചോർച്ച, സ്വജനപക്ഷപാതം, അതായത് ഇൻ്റർവ്യൂവിൽ മാർക്ക് ദാനം കൊടുക്കുന്നു. ഇതെവിടുന്നാണ് തുടങ്ങുന്നത്? കേരളത്തിലെ പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട് 2 കാറ്റഗറി, ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ 2023 പരീക്ഷയും 2019 സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന പ്ലാനിംഗ് ബോർഡിന്റെ ചീഫുമായി ബന്ധപ്പെട്ടു. ഒരു സ്ഥലത്ത് ചെയ്ത വൃത്തികേട് എന്താ, ഒരു സ്ഥലത്ത് ചെയ്ത പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സമരം ചെയ്യുന്ന ആളുകളുടെ വിഷയത്തിലേക്ക് ഊന്നണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തത്. ആ കാര്യങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്യാം. ഞാൻ അങ്ങയിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് മാധു സജി.